ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഷെയർഹോൾ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലൈമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മുടെ ബഡ്ജറ്റ് ഡേ ആണ്. എല്ലാ ശ്രദ്ധയും രാവിലെ 11 അവതരിപ്പിക്കുന്ന യൂണിയൻ ബഡ്ജറ്റിലാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ധാരാളം എക്സ്പെക്റ്റേഷൻസൊക്കെ ഉണ്ട്. ആ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് ബഡ്ജറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റൊക്കെ ഉണ്ടാവാം. അതോടൊപ്പം തന്നെ മറ്റ് ഗ്ലോബൽ ഫാക്ടേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി മിക്സഡ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് മാർക്കറ്റുകളെല്ലാം വീക്കാണ്. ഇന്നലെ ചൈനീസ് സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് പ്രൈം ലെൻഡിങ് റേറ്റ് റെക്കോർഡ് ലോയിലേക്ക് താഴ്ത്തിയിരുന്നു. എന്നിരുന്നാലും ചൈനീസ് മാർക്കറ്റുകൾ നെഗറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ജാപ്പനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. S&P 500 വിക്സ് നോക്കുകയാണെങ്കിൽ ഇന്നലെ 14.91 ആണ്. കഴിഞ്ഞ ദിവസം അത് 16.52 ആയിരുന്നു. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് വീണ്ടും ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് അമേരിക്കയിൽ വരുന്നു എന്നുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ കമലാ ഹാരിസിന് അനുകൂലമായിട്ട് ധാരാളം പിന്തുണ കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഒരു ലേഡിയും അതുപോലെ തന്നെ ട്രംപും തമ്മിലാണ് മത്സരം എന്നുള്ളൊരു സൂചനയാണ് കിട്ടുന്നത്. ഇതും ഒരു വൊളാട്ടിലിറ്റിക്ക് കാരണമായേക്കാം. ഒപ്പം നമ്മൾ യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇന്നലെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ബഡ്ജറ്റിന് മുന്നോടിയായിട്ട് ഡിഫൻസ്, ഷിപ്പിംഗ്, അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി രംഗത്തുള്ള ഓഹരികളൊക്കെ നല്ല രീതിയിൽ ഇന്നലെ മുന്നേറിയിരുന്നു. ഇന്നത്തെ മാർക്കറ്റ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ എല്ലാം നമ്മുടെ ബഡ്ജറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. Q1 റിസൾട്ടുകൾ ഇന്നലെ പുറത്തു വന്ന റിസൾട്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ മോസ്റ്റിപ്പ് ടെക്നോളജീസ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടാണ്. ദോദില ഡയറി ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ജെൻസോൾ എഞ്ചിനീയറിങ്ങിന് 116 മെഗാവാട്ടിൻ്റെ സോളാർ പ്രൊജക്റ്റ് കിട്ടിയിരിക്കുകയാണ്. ഗുജറാത്തിൽ നിന്ന് 27 ലൊക്കേഷനിലാണ്. ഒരു വർഷത്തിനുള്ളിൽ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. 600 കോടി രൂപയാണ് ടോട്ടൽ പ്രൊജക്റ്റ് സൈസ് വരുന്നത്. സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ്. ഒപ്പം ഇന്നലെ എക്കണോമിക് സർവേയിൽ പറഞ്ഞിരിക്കുന്നത് ഗ്രീൻ എനർജി ഡെവലപ്മെൻറ്റിന് വലിയ രീതിയിലുള്ള പദ്ധതികൾ ഉണ്ടാവും എന്നുള്ളൊരു ഹിൻ്റാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവെ റിന്യൂവബിൾ എനർജി രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണാനാണ് ചാൻസസ് കൂടുതൽ. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ ബഡ്ജറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ സൺഡേ പോഡ്കാസ്റ്റിൽ തന്നെ ബഡ്ജറ്റിലുള്ള നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിന് മുമ്പ് ഞാൻ വീണ്ടും സൺഡേ പോഡ്കാസ്റ്റ് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കേട്ടതിന് ശേഷം ബഡ്ജറ്റിനെ ഫേസ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ബഡ്ജറ്റ് തന്നെയാണ്. നമ്മുടെ പോഡ്കാസ്റ്റിലും പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ പ്രോ പീപ്പിൾസ് ബഡ്ജറ്റ് ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനും കൂടിയുണ്ട്. കാരണം 4 സ്റ്റേറ്റിലത്തെ അസംബ്ലി ഇലക്ഷനൊക്കെ വരുന്നുണ്ട്. അതിനെയും കൂടി ടാക്കിൾ ചെയ്യാനുള്ളൊരു ബഡ്ജറ്റ് ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് മാർക്കറ്റിലുള്ളത്. അതോടൊപ്പം തന്നെ ഇൻകം ടാക്സ് സ്ലാബ് റേഷണലൈസേഷൻ, അതുപോലെ തന്നെ റേറ്റ് ഒരു പക്ഷേ റെഡ്യൂസ് ചെയ്യുക, ലോങ് ടൈം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ റേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അതുപോലെ തന്നെ കാലാവധി റേഷണലൈസേഷനൊക്കെ വന്നേക്കാം. ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഒരു പക്ഷേ സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ട് മാർക്കറ്റിന് ഇമ്പാക്ട് ചെയ്തേക്കാം. ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകൾ തന്നെയാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം ക്യാപെക്സ് ഫണ്ടിങ് കൂട്ടാനുള്ള ചാൻസാണ് ഇൻ്ററിം ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നത്. 11.1 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ ഇത് ഫുൾ ബഡ്ജറ്റാണ്. അപ്പോൾ ഈ ഫുൾ ബഡ്ജറ്റിൽ വീണ്ടും ക്യാപെക്സ് സൈസ് ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഇൻഫ്രാ റിലേറ്റഡ് സെക്ടേഴ്സ് എല്ലാം തന്നെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനാണ് ചാൻസസ് കൂടുതൽ. പ്രത്യേകിച്ച് ഡിഫൻസ്, പവർ, റെയിൽവേസ്, അതുപോലെ തന്നെ എയറോസ്പേസ് രംഗത്തൊക്കെ ഇത് പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നൽകുന്നുള്ളൊരു സൂചനയാണ്. ഒപ്പം ഷിപ്പ് ബിൽഡിങ്ങിന് ഒരു പാക്കേജ് തന്നെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പോർട്ട് ഡെവലപ്മെൻറ്റിനൊക്കെ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഷിപ്പ് ബിൽഡ് ചെയ്യുന്ന കമ്പനികൾക്കും അതുപോലെ തന്നെ പുതുതായിട്ട് ഷിപ്പ് ബിൽഡിങ്ങിന് ഇറങ്ങാൻ സാധ്യതയുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ്
പോസിറ്റീവ് ആവാം. പോളിസി ഉണ്ട്. പോളിസിയിൽ ബസ്സസിന് അനുകൂലമായിട്ടുള്ള പോളിസികൾ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്ര, ഗ്രീൻ ടെക്, JBM ഓട്ടോ, അശോക് ലൈലൻഡ്, ടാറ്റ മോട്ടോഴ്സിനൊക്കെ ഇത് പോസിറ്റീവ് ആയേക്കാം. ഹൈബ്രിഡ് വെഹിക്കിൾസിൻ്റെ GST കുറയ്ക്കുന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അത് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന മാരുതിനെയാണ്. ഒപ്പം നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ധനകാര്യമന്ത്രി മുമ്പ് പറഞ്ഞിരുന്നു പെട്രോൾ, ഡീസൽ അതുപോലെ തന്നെ CNG ഒക്കെ GSTയുടെ അണ്ടറിലേക്ക് കൊണ്ടുവന്നേക്കാമെന്നുള്ളത്. അതിനുതകുന്ന തരത്തിലുള്ള വല്ല അനൗൺസ്മെൻറ്റുകളും ബഡ്ജറ്റിൽ ഉണ്ടാകും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ GST കൗൺസിലിൻ്റെയും സ്റ്റേറ്റുകളുടെയൊക്കെ അംഗീകാരം ആവശ്യമാണ്. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമുകളിൽ ഒരു ട്വീക്കിംഗ് നടത്താനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം പല പുതിയ സെക്ടേഴ്സിനെയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം. ഇത് തീർച്ചയായിട്ടും മാനുഫാക്ചറിങ് രംഗത്തിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് നൽകിയേക്കാം. ഒപ്പം ഡൊമസ്റ്റിക് സോഴ്സിങ്ങും കമ്പൽസറി ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള സജഷൻസ് ഉണ്ടാവാം. ഇതും മാനുഫാക്ചറിങ് സംബന്ധിച്ച് പ്രത്യേകിച്ച് MSME സെഗ്മെൻറ്റിലുള്ള ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവാണ്. മറ്റൊരു കാര്യം ഡാറ്റാ സെൻറ്റർ ബിസിനസ്സാണ്. വളരെ ഹൈ ഗ്രോത്താണ് ഇന്ത്യയിൽ കാണിക്കുന്നത്. ഡാറ്റ ലോക്കലൈസേഷന് തീർച്ചയായിട്ടും ഡാറ്റാ സെൻറ്റേഴ്സ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിന് ഉതകുന്ന തരത്തിലുള്ള ഒരു പോസിറ്റീവ് പോളിസി അനൗൺസ്മെൻറ്റുകൾ വന്നേക്കാം. ഇത് തീർച്ചയായിട്ടും എയർ കണ്ടീഷൻസ് ഉണ്ടാക്കുന്ന കമ്പനികൾക്കും അതുപോലെ തന്നെ കൂളിംഗ് സിസ്റ്റംസ് ഉണ്ടാക്കുന്ന മറ്റ് കമ്പനികൾക്കും പവർ സെക്ടറിനും പവർ റിലേറ്റഡ് എക്യുപ്മെൻറ്റുകൾ ഉണ്ടാക്കുന്ന സെക്ടറിനൊക്കെ വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഒപ്പം ജനറേറ്റേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനികൾക്കും. അപ്പോൾ ഈ ഡാറ്റാ സെൻറ്റർ ബിസിനസ് അനൗൺസ്മെൻറ്റ് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് വിവിധ സെക്ടറിൽ ഉണ്ടാക്കുന്ന അനൗൺസ്മെൻറ്റുകളായിരിക്കാം. ഒപ്പം ഹെൽത്ത് കെയർ ഇൻഷുറൻസ്, അഫോർഡബിൾ ഇൻഷുറൻസ് എല്ലാ ജനങ്ങൾക്കും പ്രാബല്യത്തിൽ വരുത്തുന്ന തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. സെമി കണ്ടക്ടർ പോളിസി നമുക്കറിയാം 2 മാസം മുമ്പ് അനൗൺസ് ചെയ്തതാണ്. പക്ഷേ അത് വീണ്ടും എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള അനൗൺസ്മെൻറ്റുകൾ ബഡ്ജറ്റിൽ വന്നേക്കാം. അതോടൊപ്പം തന്നെ ജനറേറ്റീവ് AI ആണ് മന്ത്ര ഓഫ് വേൾഡ് ഇപ്പോൾ. അപ്പം നമ്മളെല്ലാവരെയും ബാധിക്കുന്നൊരു കാര്യമാണ് ജനറേറ്റീവ് AI. തൊഴിലവസരങ്ങൾ കുറയ്ക്കുമെന്ന് എക്കണോമിക് സർവേയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള പല പദ്ധതികളും ഗവൺമെൻറ് ഈ ബഡ്ജറ്റിൽ കൂടെ അനൗൺസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് പൊതുവേ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ടെക്നോളജി സെക്ടറിൽ ഉണ്ടാക്കാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഫ്രാക്ഷണൽ ഷെയർസ് ഓണർഷിപ്പ്, ഇത് തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റിൽ ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഹൈ വാല്യൂ സ്റ്റോക്കുകൾ MRF, ഹണിവിലൊക്കെ വാങ്ങണമെങ്കിൽ സാധാരണ ഇൻവെസ്റ്റേഴ്സിന് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മറ്റ് രാജ്യങ്ങളിലുള്ള പോലെ ഫ്രാക്ഷണൽ ഷെയർസ് വാങ്ങാനുള്ളൊരു അനൗൺസ്മെൻറ്റും അതിനനുസരിച്ച് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള അധികാരം സെബിക്ക് കൊടുക്കുന്ന അനൗൺസ്മെൻ്റൊക്കെ വന്നേക്കാം. ഒപ്പം ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ കൺട്രോൾ കൊണ്ടുവരാനുള്ള അധികാരം ഒരുപക്ഷെ സെബിക്ക് കൊടുക്കുന്ന തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകൾ വന്നേക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഡെയിലി യൂസിൽ ആവശ്യമായിട്ടുള്ള കമോഡിറ്റികളെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ കമോഡിറ്റി എക്സ്ചേഞ്ചുകളിൽ ഉൾപ്പെടുത്തില്ല എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് നൽകിയിട്ടുള്ളത് എക്കണോമിക് സർവേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് ഇപ്പോൾ ഏതെങ്കിലും കമോഡിറ്റികൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള സജഷനൊക്കെ വന്നേക്കാം. അതോടൊപ്പം തന്നെ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണേണ്ടത് ഗിഫ്റ്റ് സിറ്റി ഫ്രീ സോണാണ്, ഫിനാൻഷ്യൽ ഫ്രീ സോണാണ് ഇന്ത്യയിലത്തെ ഗിഫ്റ്റ് സിറ്റിനെ ലോകത്തിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് എക്കണോമിക് ഫ്രീ സോൺ, ഫിനാൻസ് ഫ്രീ സോൺ ആയിട്ട് മാറ്റാനുള്ള പല സജഷൻസും മാർക്കറ്റിലുണ്ടാവാനുള്ള ചാൻസസാണ്. അതോടൊപ്പം തന്നെ ഡിഫൻസ്, റെയിൽവേ റിലേറ്റഡ് ഓൾറെഡി ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾക്കുള്ള അനൗൺസ്മെൻറ്റുകളും ബഡ്ജറ്റിൽ വന്നേക്കാം. അത് തീർച്ചയായിട്ടും റെയിൽവേ സെക്ടർ ഷെയർസിന് അതുപോലെ തന്നെ ഡിഫൻസ് സെക്ടേഴ്സ് ഷെയർസിനൊക്കെ പോസിറ്റീവ് ആയിരിക്കാം. ഹോസ്പിറ്റാലിറ്റി സെക്ടർ വളരെ കാലമായിട്ട് ഇൻഫ്രാസ്ട്രാറ്റസ് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സെക്ടറാണ്. അത് ഒരുപക്ഷെ ഈ ബഡ്ജറ്റിൽ യാഥാർത്ഥ്യമാവാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെ ഒരു ഇൻഡിക്കേഷനും കൂടിയുണ്ട്. ഇന്നലെ ഹോസ്പിറ്റാലിറ്റി രംഗത്തുള്ള എല്ലാ സ്റ്റോക്കുകളും മുന്നേറിയിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകളും ബഡ്ജറ്റിൽ വന്നേക്കാം. അഫോർഡബിൾ ഹൗസിങ്, അതിന് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്ന അനൗൺസ്മെൻറ്റുകളൊക്കെ ബഡ്ജറ്റിൽ വന്നേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ബഡ്ജറ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ടാക്സേഷൻ ഫ്രണ്ടിൽ കോമൺ മാന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള മറ്റ് അനൗൺസ്മെൻറ്റുകളും അതുപോലെ തന്നെ കയറ്റുമതി ഇറക്കുമതി രംഗം
രംഗത്ത് കസ്റ്റംസ് ഡ്യൂട്ടി റാഷണലൈസേഷൻ തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകൾ, ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഫാമേഴ്സിന് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ്സ് കിട്ടുന്ന അനൗൺസ്മെൻറ്റുകളും അതുപോലെ തന്നെ ഫെർട്ടിലൈസർ സബ്സിഡി അഫോർഡബിൾ ആക്കുന്ന തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ മാർക്കറ്റിൽ ഈ ബഡ്ജറ്റിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. പൊതുവെ അഗ്രികൾച്ചറിൻ്റെ മോഡേണൈസേഷനൊക്കെ ധാരാളം അനൗൺസ്മെൻറ്റുകൾ ബഡ്ജറ്റിൽ ഉണ്ടാവുന്നതാണ് എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ഇത്തരത്തിൽ വളരെ പീപ്പിൾ അതുപോലെ തന്നെ ഗ്രോത്ത് ഓറിയൻറ്റഡ്, റിഫോം ഓറിയൻറ്റഡ് ബഡ്ജറ്റ് ആയിരിക്കാം നമ്മൾക്ക് ഇന്ന് ധനകാര്യമന്ത്രി അവതരിപ്പിക്കാൻ പോകുന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ഉള്ളത്. ബഡ്ജറ്റിന് ശേഷം ഓരോ അനൗൺസ്മെൻറ്റുകളും വ്യക്തമായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം മതി ഫർദർ ഹൈ റിസ്കി ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. കാരണം മാർക്കറ്റ് ഹൈ പിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു കാലിബ്രേറ്റഡ് അപ്പ് മൂവ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ വളരെ പ്രോമിസിങ് ആയിട്ട് വലിയ റിഫോംസ് ജനങ്ങൾക്കും അതുപോലെ തന്നെ എക്കണോമിക്കും ഉതകുന്ന തരത്തിലുള്ളൊരു ബഡ്ജറ്റാണ് വരുന്നതെങ്കിൽ മാർക്കറ്റിൽ നല്ല രീതിയിൽ പോസിറ്റീവ് റിയാക്ഷനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ധനകാര്യമന്ത്രി നിരാശപ്പെടുത്തില്ല എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. അപ്പം ആറാമത്തെ ഫുൾ ബഡ്ജറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ 7ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് അഭിനന്ദനങ്ങളും കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ മോർണിംഗ് പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും നമ്മുടെ സൺഡേ പോഡ്കാസ്റ്റ് ഒരിക്കൽ കൂടി കേൾക്കണം. ബഡ്ജറ്റ് അവതരണത്തിന് മുമ്പ് നമ്മുടെ എല്ലാ എക്സ്പെക്റ്റേഷൻസും അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് മോർണിംഗിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം നമുക്ക് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ, ബഡ്ജറ്റ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.